എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയും അബുദാബിയിലെ പ്രമുഖ ദന്ത ഡോക്ടറുമായ ധനലക്ഷ്മിയെ കഴിഞ്ഞ ദിവസമാണ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജീവിതത്തെ വളരെ മനോഹരമായി ആസ്വദിച്ചിരുന്ന കണ്ണൂർ സ്വദേശിയായ ഡോക്ടറുടെ വിയോഗം UAE മലയാളി സമൂഹത്തിന് ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അടുത്തിടെ ഷാർജയിൽ കൊല്ലം സ്വദേശികളായ വിഭജിക, ഇവരുടെ മകൾ 1.5 വയസ്സുകാരി വൈഭവി, തുടർന്ന് അതുല്യ എന്നിവരുടെ മരണത്തിന്റെ നടുക്കം മാറും മുൻപെയാണ് മലയാളി ഡോക്ടർ കൂടി വിട പറഞ്ഞിരിക്കുന്നത്. ജീവിതാനുഭവങ്ങൾ കാവ്യാത്മകമായും സമകാലിക വിഷയങ്ങൾ ശക്തമായ ഭാഷയിലും എഴുതിയ ഒട്ടേറെ പോസ്റ്റുകൾ ഡോക്ടർ ധനലക്ഷ്മിയുടെ സമൂഹമാധ്യമ പേജുകളിൽ കാണാം. ഡോക്ടറുടെ മരണശേഷം ചർച്ചയാവുന്നത് 2 ദിവസം മുൻപ് ഡോക്ടർ തന്നെ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പാണ്. ഒടുവിൽ എന്നെ തകർക്കൂ, എന്റെ ഉള്ളം കീറിയിടൂ, എന്റെ ഹൃദയത്തിൽ നിനക്കൊരു വേദി നിർമ്മിക്കാം. എന്റെ സ്വപ്നങ്ങൾക്കും കരച്ചിലും നിന്റെ സ്നേഹത്തിന്റെ മധുരവും വേദനയും. എന്റെ ഓരോ അധരം ചിരിക്കാൻ പഠിക്കുന്നു, കാരണം നീയാണ് എന്റെ ഹൃദയത്തിന്റെ നിത്യപ്രകാശമെന്നാണ് കണ്ണൂർ തളാപ്പ് അരയക്കണ്ടി സ്വദേശിയായ ഡോക്ടർ ധനലക്ഷ്മിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. അബുദാബിയിലെ കലാ, സാമൂഹിക, സാംസ്കാരിക, കായിക രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു ധനലക്ഷ്മി. എപ്പോഴും ചിരിച്ച മുഖത്തോടെയല്ലാതെ ഡോക്ടറെ ആരും കണ്ടിട്ടില്ല. ഒരിക്കൽ പരിചയപ്പെട്ടവരാരും അവരെ മറക്കുകയുമില്ല. അത്രയ്ക്കും ഹൃദയാവർജകമായ പെരുമാറ്റമായിരുന്നു ഡോക്ടറുടേതെന്ന് അബുദാബിയിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പറയുന്നു. അബുദാബി മലയാളി സമാജത്തെ കൂടാതെ ഇവിടുത്തെ മിക്ക മലയാളി സംഘടനകളുമായും വളരെ അടുപ്പം പുലർത്തിയിരുന്നു. 10 വർഷത്തിലേറെയായി UAEയിൽ പ്രവാസിയായ ഡോക്ടർ ധനലക്ഷ്മിയെ മുസഫയിലെ താമസയിടത്തിൽ തിങ്കളാഴ്ച രാത്രിയോടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസമായി ഫോണിൽ വിളിച്ചു കിട്ടാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചപ്പോഴാണ് വിവരമറിഞ്ഞത്. ജോലിസ്ഥലത്തും അവർ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നില്ല. മുൻപ് കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലും സേവനമനുഷ്ഠിച്ചിരുന്നു. കണ്ണൂരിലെ ആനന്ദ് കൃഷ്ണ ബസ് സർവീസ് ഉടമസ്ഥനായിരുന്ന പരേതനായ നാരായണന്റെയും ചന്ദ്രമതിയുടെയും മകളാണ് ധനലക്ഷ്മി.